ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ ആസ്വദിക്കാനും അനുഭവിക്കാനും നാരായണീയ മധുരം എന്ന ഈ അക്ഷരോപാസന അനിലപുരേശ്വരൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 23ാമത്തെ ദിവസം. ഇന്ന് 3ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് നാം ചൊല്ലുന്നതും പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. പിന്നീട് ഒരു നിഴൽ നാരായണീയം ശ്രീഹരിയം എന്ന രീതിയിൽ അതിൻ്റെ പരിഭാഷ ചൊല്ലി സമർപ്പിക്കുന്നതും. ആദ്യം ശ്ലോകം. കൃപാതേ ജാതാ ചേൽ കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി. ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. തേ കൃപാജാതാ ചേൽ. ഭഗവാനെ, അവിടുത്തേക്ക് ദയ ഉണ്ടായി എങ്കിൽ തനുഭൃതാം കിം ഇവ നഹി ലഭ്യം. തനുഭൃത്ത് എന്ന് വെച്ചാൽ ദേഹം ഉള്ള ആളുകൾ, ദേഹികൾ. ഇവർക്ക് എന്താണ് കിം ഇവ നഹി ലഭ്യം, അവർക്ക് എന്തൊന്നാണ് ലഭിക്കാൻ പ്രയാസമുള്ളത് എന്ന് വെച്ചാൽ എല്ലാം ലഭിക്കും. അതുകൊണ്ട് തന്നെ
മദീയ ക്ലേശൗഘ പ്രശമനദശാനാമ കിയതി. എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്നുള്ളത് എത്ര നിസ്സാരമാണ് ഗുരുവായൂരപ്പ അവിടുത്തേക്ക്. അയി അസ്മിൻ ലോകെ, അല്ലയോ ഗുരുവായൂരപ്പ ഈ ലോകത്തിൽ കേ ഭവത് ഭക്ത, അവിടുത്തെ ഏതേതു ഭക്തന്മാർ അനിശം ശോകാഭിരഹിത, എല്ലാ സമയത്തും യാതൊരു ദുഃഖവുമില്ലാതെ മുക്താഹ, ജീവൻ മുക്താവസ്ഥയെ പ്രാപിച്ച് അസക്ത സുഖഗതിം ന വിദധത്തെ, ഒന്നിലും താല്പര്യമില്ലാതെ സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ സ്വൈരസഞ്ചാരം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? എല്ലാ ഭക്തന്മാരും സുഖമായി സ്വച്ഛന്തമായി സ്വൈരസഞ്ചാരം ചെയ്യുന്നു. എന്നാൽ എനിക്കതിന് സാധിക്കുന്നില്ല. ഗതക്ലിഷ്ടം കഷ്ടം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ? കാരണം എന്താ? എൻ്റെ രോഗങ്ങൾ എന്നെ വല്ലാതെ തളർത്തുന്നു. അങ്ങക്ക് എൻ്റെ രോഗത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ഭഗവാനെ. അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ ഈ ലോകത്ത് എല്ലാം സുസാധ്യമാണ്, ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല. പക്ഷെ അവിടുത്തെ കാരുണ്യം വേണം. അവിടുത്തെ ആ കാരുണ്യത്തിന് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഭഗവാനെ. ലോകത്തിൽ എത്രയെത്ര ആളുകളാണ് അവിടുത്തെ ദിവ്യമായ സ്വരൂപത്തെ ധ്യാനിച്ചും ജപിച്ചും എല്ലാ സമയവും ശോകാഭിരഹിതന്മാരായി യാതൊരു തരത്തിലുള്ള ദുഃഖവുമില്ലാതെ മുക്താഹ, ജീവൻ മുക്താവസ്ഥ നേടി, അസക്താഹ, അങ്ങനെ മുക്തന്മാരായതുകൊണ്ട് തന്നെ അവരൊക്കെ അസക്തന്മാരുമാണ്, ഒന്നിലും ആസക്തിയില്ലാത്ത ആളുകളാണ്. അങ്ങനെ അസക്തന്മാരായി സുഖഗതിം ന വിദധത്തെ എന്നാണ്. സ്വൈരസഞ്ചാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വൈരസഞ്ചാരം ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം. അപ്പൊ എൻ്റെ രോഗക്ലേശങ്ങൾ തീർത്തു തരാൻ ഗുരുവായൂരപ്പ അവിടുന്ന് കാരുണ്യം കാണിക്കണേ. ഗുരുദയാം എന്ന് മൂന്നാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആ രോഗങ്ങളില്ലാതാവാൻ തേ കൃപാജാത ചേത്ത്, അവിടുത്തേക്ക് ദയുണ്ടായെങ്കിൽ ആ ദയ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പട്ടേരിപ്പാട് ഈ ശ്ലോകത്തിൽ. ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം. കൃപാതേ ജാതാ ചേൽ കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതി. ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധത്തെ. ശ്രീഹരിയം. അവിടുത്തെ കാരുണ്യത്താൽ അടിയന്റെ രോഗം മാറാൻ അരമാത്ര പോലും വേണ്ടെന്നറിയുന്നു ഞാൻ. ദേഹസുഖം മോഹിക്കാത്ത എത്രയെത്ര ഭക്തജനം പരമപവിത്രമാകും മോക്ഷത്തെ നേടി. നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ ഹരി ഹരി ശ്രീവാസുദേവ ശ്രീവാസുദേവ ഹരി ഹരി ശ്രീവാതനാഥ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഓം നമോ ഭഗവതേ
വാസുദേവായ.